ഹലോ, ഇപ്പൊ എവിടെ എത്തി? ആ ഹലോ ഹലോ, ദാ ഇവിടെ. അൻവർ. ഞാൻ മായ. മനസ്സിലായി. വഴി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലേ? കുറച്ച്. ഒന്നും കൊടുത്തു വിടണ്ടെന്ന് അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞതാ. കടുമാങ്ങാച്ചറ ഇവിടെ കിട്ടാത്ത സാധനം അമ്മയുടെ വിചാരം. വെറുതെ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കാൻ. നാട്ടിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെയല്ലേ സ്നേഹം കാണിക്കാൻ പറ്റൂ. ഇത് കേടുകൂടാതെ കുറെ കാലം ഇരിക്കുന്ന അമ്മ പറഞ്ഞിരുന്നു. ആ ധൈര്യത്തിലാ ഇത്തിരി വൈകിച്ചത്. താങ്ക് യു. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് പാസ്സായി. ജോലി വല്ലതും ശരിയായോ? ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് പിക്കപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ജോലി തേടി വന്നതല്ല ഞാൻ. ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാ. അയാളെ കണ്ടെത്തുന്നവരെ പിടിച്ചു നിൽക്കാൻ്റെ ജോലി, അത്രേ ഉള്ളൂ. അൻവർ ചെമ്മണ്ണൂരിന്നല്ലേ? അതെ. ആരെ അന്വേഷിച്ചു വന്നു എന്നാ പറഞ്ഞേ? ഒരു മുകുന്ദൻ. മുകുന്ദേട്ടൻ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ആള്. അല്ല, എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെയായിരുന്നു. 3 വർഷമായിട്ട് ആളെക്കുറിച്ചൊരു വിവരവുമില്ല. എനിക്കറിയാം മുകുന്ദേട്ടനെ. മുകുന്ദേട്ടനെ അറിയോ? ഇന്ന് കുറച്ചധികം പേഷ്യൻസ് ഉള്ള ദിവസാ. വൈകിട്ട് അബ്രയില് വരും. ശരി. ഇത്രയും ആത്മാർത്ഥതയുള്ള, ഒട്ടും കളങ്കമില്ലാത്തൊരു മലയാളിയെ എൻ്റെ ഗൾഫ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മുകുന്ദേട്ടനെ പോലെ ഒരാളെ ചതിക്കാൻ ആ പെൺകുട്ടിക്ക് എങ്ങനെയാ പറ്റിയതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. അവള് പണവുമായി ചൈനയിലേക്ക് പോയെന്നറിഞ്ഞ് ഷോക്ക്ഡായി നിൽക്കുന്ന മുകുന്ദേട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇവിടെ വന്നിട്ട് ആദ്യം പോയി അന്വേഷിച്ച സിദ്ധാർത്ഥനാ. പക്ഷെ അയാള് യൂറോപ്പിലേതോ ബിസിനസ് ടൂറിലാണെന്ന് അറിഞ്ഞത്. പിന്നെ മുകുന്ദേട്ടൻ പണ്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോയി. അവിടെ ഇപ്പോൾ ഒരു പാകിസ്ഥാനി ഫാമിലിയാ. പണ്ട് നാട്ടിലെ കടം വീട്ടാൻ അയച്ചുകൊണ്ടിരുന്ന പണം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയിരുന്നു. പക്ഷെ 1 കൊല്ലമായിട്ട് ബാങ്കിലേക്ക് വീണ്ടും കാശ് വരുന്നുണ്ട്. വെസ്റ്റേൺ യൂണിയൻ വഴിയാണ് കാശ് വരുന്നത്. ആ ഒരു സൂചന വെച്ച് അബ്ബാസിനെയും കൂട്ടി ഞാൻ അവരുടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു. പക്ഷെ മുകുന്ദേട്ടൻ്റെ പേരിൽ കാശ് അയക്കുന്നത് മറ്റാരോ ആണ്. ആ ഒരു ഐഡൻറ്റിറ്റി വെച്ച് ഞാൻ അന്വേഷിച്ചെങ്കിലും എവിടെ എത്തിയില്ല. വണ്ടി ശരിയായാൽ അന്വേഷിക്കാൻ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. മുകുന്ദേട്ടനുണ്ട്, എവിടെയോ ഉണ്ട്. കണ്ടുപിടിച്ചേ പറ്റൂ. വരട്ടെ. ശരി. മായ, 4 വർഷമായി അല്ലേ നാട്ടിൽ പോയിട്ട്? ചേച്ചിമാരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വീട്ടിലേക്ക് കാശൊന്നും അയക്കണ്ട, സ്വന്തം കാര്യം നോക്കണം. ഉപദേശം എൻ്റെ അല്ല, അമ്മ പറയാൻ ഏൽപ്പിച്ചതാ. അൻവർ, ഞാൻ തന്ന വർഗീസിന്റെ നമ്പർ കയ്യിലില്ലേ? വിളിക്കാൻ മറക്കണ്ട. താമസ സ്ഥലം പല പ്രാവശ്യം മാറിയെങ്കിലും ഇത് കളയാൻ തോന്നിയില്ല. ഞാനിതുവരെ തുറന്നു നോക്കിയിട്ടില്ല. ഇത് മാത്രം മതി. പണ്ട് കൂട്ടത്തിൽ താമസിച്ചവരൊക്കെ ഓരോ വഴിക്ക് പോയി. പലരും നാട്ടിലേക്ക് മടങ്ങി. പിന്നെ കരീം ഇവിടെ ഒരു ഡാൻസ് ബാറിൽ ജോലി ചെയ്യുന്നുണ്ട്. ആളൊരു യൂസ്ലെസ്സാ. എന്നാലും ഒന്ന് കണ്ടു നോക്ക്. കഴിച്ചില്ലേ? മൂന്തേട്ടനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് മൂന്തനും ഞാനുമായി എപ്പോഴും അടിയായിരുന്നു. വേറൊന്നുമല്ല, എൻ്റെ സ്വന്തം അമ്മോസന്റെ കാശ് കേൾക്കാൻ മൂപ്പരെന്നെ സമ്മതിക്കില്ല. പാവം, സത്യമുള്ള മനുഷ്യനായിരുന്നു. ആ ചൈനക്കാരി പറ്റിച്ച് പോയതിനു ശേഷം മൂന്തനെ ഞാൻ കണ്ടിട്ടില്ല.
ഇറാഖിലും മിലിറ്ററി ക്യാൻറ്റീനിലേക്ക് ആളെടുക്കുന്ന കൂട്ടത്തില് അങ്ങോട്ട് പോയി ആരോ പറഞ്ഞു കേട്ടു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബാക്കിയുണ്ടോന്ന് തന്നെ ആർക്കറിയാം? കാട്ടി പെടാതെയും പെട്ടും എത്ര ദിവസം കഞ്ഞു പോണത്. അല്ല, ലോകത്ത് എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ബോംബ് പൊട്ടിയാലും വിമാനം പറഞ്ഞാലും മരിച്ചവരുടെ കണക്കെടുക്കുമ്പോ ആദരവ് കൊടുക്കാനായിട്ട് ഒരു മലയാളികളും ഉണ്ടാവുമല്ലോ. ഇത്രയും കാലം കിട്ടും വിവരമൊന്നുമില്ലാത്ത സ്ഥിതിക്ക്. ഒന്നേ, നിങ്ങൾ ഡ്രൈവറാണെന്നല്ലേ പറഞ്ഞത്? അതെ. വെള്ളിയാഴ്ച ഞാൻ ട്രിപ്പ് വരട്ടെ. ഒരു ചെറിയ സൈഡ് ബിസിനസ്സാ, ഇത്തിരി ചിലവാകും. കഷ്ടമായി പോയി. നാട്ടിൽ തന്നെ നിന്നിരുന്നെങ്കിൽ വല്ല MLA യോ മന്ത്രിയോ മനുഷ്യനായിരുന്നല്ലേ. ഇവിടെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നെന്ന് ആലോചിക്കുമ്പോഴാ. നിങ്ങൾ ഈ പറയുന്ന മന്ത്രി കരുണൻ ദുബായിൽ വന്നാൽ ഞങ്ങളുടെ ഹോട്ടലിലാണ് താമസിക്കാറുള്ളത്. ഏതായാലും നാട്ടുകാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാൾ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത്. ഈ വലിയ വലിയ ഹോട്ടലിൽ പണിയെടുത്ത പല മാന്യന്മാരുടെയും തനി സ്വരൂപം നേരിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. ഡേറ്റ് കഴിഞ്ഞ ഈ കുബൂസ് വെച്ച് നിങ്ങൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഡേറ്റ് കഴിഞ്ഞാലും 2 ദിവസത്തേക്കൊന്നും ഇത് കേടാവില്ല. പക്ഷെ കടയിൽ വിറ്റാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് നമ്മൾ അവരടുത്ത് വല്ല പശുവിനെ ആടിനെ വളർത്തുന്ന ഫാമിൽ കൊണ്ടു കൊടുക്കും. ഒരു മൃഗാതുര സേവനം. ഈ കുപ്പൂസൊക്കെ വിറ്റിരുന്ന കാശി നേരെ ഞാൻ വീട്ടിലേക്ക് അയക്കും. അമ്മോസം ഉണ്ടായിരുന്നപ്പോ വീട്ടിലൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അവർക്ക് ഞാനല്ലാതെ വേറെ ആരില്ലല്ലോ. അഹോയ്, കുബൂസ് യാഗിൽ ബകറേത് എവിടെ? ഇയാളെന്നെ കാല് പിടിപ്പിച്ച് അടങ്ങത്തുള്ളൂ. മുകുന്ദേട്ടാ, ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. അന്വേഷിക്കാത്ത സ്ഥലമില്ല. മുകുന്ദേട്ടൻ ഇവിടെ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെയാ. നീയല്ലേ എന്നെ ഗൾഫിലേക്ക് അയച്ചത്. ഇതും ഗൾഫാണ്, കുറച്ചുള്ളിലോട്ടാണെന്ന് മാത്രം. ഇതൊക്കെ പണം കായ്ക്കുന്ന മരങ്ങളാണ്. ഇതിന് വെള്ളം നനച്ചും പശുക്കളെ ആടുകളെയൊക്കെ നോക്കിയും ഞാനിങ്ങനെ കഴിയുന്നു. കരീമിനെ എങ്ങനെ? മുകുന്ദേട്ടനെ അന്വേഷിക്കുന്നതിനിടയിൽ കണ്ടുമുട്ടിയതാ. നിങ്ങൾ ഇറാഖിൽ പോയില്ലേ? വാ പറയാം. ഞാൻ ഇറാഖിലേക്ക് പോയി എന്നുള്ള കഥ ആര് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അറിയില്ല. അബ്ദുള്ളക്ക പോയതോടെ ആകെ ഒരു ശൂന്യതയായിരുന്നു.
വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി പരിചയക്കാരെ ശല്യപ്പെടുത്താൻ പാടില്ലെന്ന് തീരുമാനിച്ചു. എവിടെയൊക്കെയോ അലഞ്ഞു. വിശപ്പടക്കാൻ വേണ്ടി കിട്ടിയ പണികളൊക്കെ ചെയ്തു. ചിലപ്പോൾ 2-3 ദിവസം പണിയും ഉണ്ടാവില്ല, ഭക്ഷണവും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു യാത്രക്കിടയിൽ തളർന്നു വീണത് മാത്രം ഓർമ്മയുണ്ട്. ഓർമ്മ വന്നപ്പോൾ ഒരു അറബിയുടെ മജ്ലിസിൽ കിടക്കുകയാണ് ഞാൻ. അയാൾ എനിക്ക് ഭക്ഷണം തന്നു, കിടക്കാൻ ഇടം തന്നു. ആരും നോക്കാനില്ലാതെ കിടന്നിരുന്ന ഈ സ്ഥലം നന്നാക്കി എടുക്കാമോ എന്നയാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് രാവ് പകൽ അധ്വാനം തന്നെയായിരുന്നു. പണ്ട് നമ്മൾ ചെമ്മണ്ണൂരിൽ റോഡുണ്ടാക്കിയതുപോലെ, കിണറുണ്ടാക്കിയതുപോലെ. ഇതും ചെമ്മണ്ണൂരിന് വേണ്ടിയാണ് എന്ന ചിന്തയാണ് 3 വർഷത്തിനുള്ളിൽ ഈ സ്ഥലം ഈ രൂപത്തിലാക്കാൻ എനിക്ക് പ്രചോദനമായത്. ഓരോ നിശ്വാസത്തിലും ചെമ്മണ്ണൂരിനെ കുറിച്ച് ഓർക്കുന്ന മുകുന്ദേട്ടനെ അതേ ചെമ്മണ്ണൂർ തന്നെ ചതിച്ചു. സൊസൈറ്റിയിലെ തിരുമറിയും ഗോപാലേട്ടൻ ഒപ്പിട്ട ചെക്കും ഒക്കെ ചതിയായിരുന്നു. ബാങ്ക് മാനേജറെ മുന്നിൽ നിർത്തി സഖാവ് കരുണൻ, അല്ല മന്ത്രി കരുണൻ കളിച്ച കളി. കരുണന് വ്യക്തമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. അതയാൾ നടപ്പിലാക്കി വിജയിച്ചു. ഇല്ലാത്ത ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് മുകുന്ദേട്ടൻ ഇത്രയും നാളും ഈ മരുഭൂമി കിടന്ന് നരകിച്ചത്.